ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ചിറയിൽ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ലൈലേനെ കാണാനാണ്. ലൈലയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. ലൈലയ്ക്ക് രണ്ട് കാലും ഒരു വളഞ്ഞ പോലെയാണ്, അതായത് പത്തി ഇങ്ങനെ ചരിഞ്ഞ പോലെയാണ്. പിന്നെ മുട്ട് കുറച്ച് ബാക്കോട്ടായ പോലെയാണ്. അപ്പോൾ ഓക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വീൽ ചെയർ വേണം. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പിടിച്ചാലേ നടക്കാൻ പറ്റും. പക്ഷേ വാക്കർ ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ചുമരൊക്കെ പിടിച്ചിട്ട് നടക്കാൻ പറ്റും. ഓളുടെ കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ വീട്. എന്നാവാ നമുക്കുള്ളിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഇവരുടെ വീട്. അസ്സലാമു അലൈക്കും. ഇത് ലൈലേൻ്റെ ബ്രദറാണ്. ഇക്കാൻ്റെ പേരെന്താ? മുസ്തഫ. ലൈല, അപ്പോൾ ഇതാണ് കേട്ടോ ലൈല. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? അപ്പോൾ ലൈലക്ക് പറ്റിയ ഒരു വരനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കാലിങ്ങനെ ഉയർന്നിട്ടാണ് ഉണ്ടാവുക ഇരിക്കുമ്പോൾ. അങ്ങനെ താവൂല അല്ലേ? മുട്ടാണ് അല്ലേ? മുട്ട് മടക്കാൻ പറ്റൂല അല്ലേ? മേലോട്ട് വളയും, താഴോട്ടേക്ക് നേരെ തിരിച്ചാണല്ലേ മുട്ട്. ഈ ഫ്രണ്ടിൽ വരുന്നതിന് പകരം പിന്നിലായിട്ട്. അപ്പോൾ മുകളിലോട്ടേക്ക് അങ്ങനെ മടക്കാം, താഴോട്ട് മടക്കാം. അല്ല, അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് നന്നായിരിക്കും, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതാണ് പിന്നെ ലൈലേൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കാലിൻ്റെ ചിരട്ട നേരെ ഓപ്പോസിറ്റ് എന്നുള്ളത്. പക്ഷേ ഈ കാലിന് പ്രശ്നമൊന്നുമില്ല അല്ലേ എടാ? കാലിങ്ങനെ പത്തി ഇങ്ങനെ എന്നുള്ളതേ ഉള്ളൂ. മുട്ടിന് പ്രശ്നമില്ല അല്ലേ? അപ്പോൾ നടക്കുമ്പോഴുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. പുറത്തുനിന്ന് എന്തായാലും ഒക്കെ നടക്കാൻ പറ്റില്ല. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അവൾ ആ രീതിയിൽ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ വയ്ക്കാ, നിങ്ങൾ എത്ര മക്കളാ? 8 മക്കള്. ബാക്കി എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞോ? 6 ആളെ കഴിഞ്ഞ്. ലൈലക്ക് ജന്മന ഉള്ളതാണ് ഈ ബുദ്ധിമുട്ട്, പ്രസവത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ മുട്ടിൻ്റെ അത് സർജറി ഒന്നും ചെയ്താൽ റെഡി ആവില്ല? ഓക്കെ. ഇപ്പോൾ 37 വയസ്സായ 37. അപ്പോൾ ആലോചനകൾ നമ്മൾ നോക്കിയിരുന്നോ അല്ലേ? പരിപാടിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. ലൈലക്ക് വീട്ടിലുള്ള ചെറിയ രീതിയിലുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യൂലേ? കുക്കിംഗ് അറിയാവോ? കുറച്ചൊക്കെ അല്ലേ? കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ കാലുവേദന അങ്ങനത്തെ ഒരു വിഷയമില്ല അല്ലേ? നമുക്ക് നടക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇരിക്കുമ്പോഴുള്ള ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. അല്ലാതെ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. വീട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒന്നും പ്രശ്നമില്ല. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വീൽ ചെയറിൻ്റെ സഹായത്തിലാണ് പോവാറൊക്കെ. അതാണ് അവളുടെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ എത്ര വരെയാണ് പഠിച്ചത് ലൈല? 4ാം ക്ലാസ്സിലാ? എഴുതാനും വായിക്കാനൊക്കെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള അറിയാം അല്ലേ? കൈക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കാലിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ? അതെ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ പറ്റുമോ? ഒരു 45-ൻ്റെ ഉള്ളിൽ അല്ലേ? അപ്പോൾ 37 വയസ്സാണ് ആയത്. മാക്സിമം ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത്. പിന്നെ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലേ? പിന്നെ തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാമല്ലേ? മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ അവളെ മനസ്സിലാക്കുന്ന, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പിന്നെ ഭാര്യ മരിച്ചത്, ഡിവോഴ്സ് ആയതൊന്നും നമുക്ക് പ്രശ്നമില്ല അല്ലേ? പക്ഷെ ബാധ്യത ഇല്ലാത്തതാണ് വേണ്ടത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആലോചന വെച്ച് നിങ്ങൾ മുമ്പോട്ട് വരണം. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ജോലി ചെയ്ത് ലൈലേനെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ രണ്ടാളും നല്ല രീതിയിൽ വയ്യാത്തവരാകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഓളെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ, ഓളെ നോക്കാനും പരിഹരിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ മുമ്പോട്ട് വരിക. പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുന്ന എല്ലാവരും നല്ലവരാണെന്നില്ല. അപ്പോൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോകുക. അവരുടെ നാട്ടിലും വീട്ടിലൊക്കെ പോയി അന്വേഷിക്കണം. വെറുതെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു കാരണവശാലും ആയിരിക്കും ലൈലേൻ്റെ നമ്പറും കൊടുക്കണ്ട, ഫോട്ടോ അയച്ചു കൊടുക്കണ്ട. നമ്മൾ വീഡിയോ പരമായിട്ട് ഇത് ചെയ്യുന്നത് അവളെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു ഫോട്ടോൻ്റെയോ വീഡിയോ കോളിൻ്റെയോ സംസാരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപരിചിതരാണ്, എങ്ങനെയാണെന്ന് ആളെന്ന് നമുക്കറിയില്ല. നേരിട്ട് വന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ബാക്കി കാര്യങ്ങൾ. ഒരുപാട് വിളിച്ചിരിക്കുന്നതാണ് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ.
കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ നല്ലോണം അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. ലൈല, നമുക്ക് ഓരോരുത്തർക്കും വരാൻ പോകുന്ന പാർട്ട്ണറിനെ പറ്റി ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ടാവും. എങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്? ആ, ലൈനെ നോക്കുന്ന നല്ലൊരാളായാൽ മതി. അങ്ങനെ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ 37 വയസ്സാണ്. അതായത് ഒരുപാട് ആലോചനകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയ ഒരാളെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കല്യാണം ഇങ്ങനെ നീണ്ടുപോയത്. ഇനി നമുക്ക് ലേറ്റ് ആവാനുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് അവളെ കല്യാണം നടത്തുന്നത്. ഉപ്പ 3 മാസം. ആ ശരി. എന്താ ജോലി ചെയ്യുന്നത്? തേപ്പിൻ്റെ വർക്ക്. ആ, ബാക്കിയുള്ളവരും വയറിങ്ങിൻ്റെ വർക്ക്. ആ, എല്ലാവരും നാട്ടിൽ തന്നെയാണ് അല്ലേ? അമ്മമാരൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ആ, അടുത്ത് തന്നെ. അതെ അതെ അതെ. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. വേറൊന്നും ഇല്ലല്ലോ? പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ അതെ അന്വേഷിക്കും. തീർച്ചയായും തീർച്ചയായും. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ലൈല, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ലൈലയും ആങ്ങളെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരിക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അവളുടെ പിന്നെ കാലിൻ്റെ ബുദ്ധിമുട്ടിലെ അത് പിന്നെ ഒക്കെ അതുകൊണ്ട് വേദനയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ മുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നിലേക്ക് കാല് വളക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ചിരട്ട അവൾക്ക് നേരെ തിരിഞ്ഞാണുള്ളത്. അപ്പോൾ ഒരു കാല് നമ്മൾ പിന്നിലേക്ക് മടക്കുന്ന പോലെ അവൾക്ക് മുകളിലേക്കാണ്. അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്മൂത്ത്, അതുപോലെ തന്നെ അവൾക്ക് സ്മൂത്താണ്. പിന്നെ അവൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുമ്പോട്ട് പോകേണ്ട കാല് ഈ ബേക്കോട്ട് എന്നുള്ള ഒരു കാല് കേട്ടോ. മറ്റേ കാലിൻ്റെ അതും പത്തി ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഒരു കാലിന് മുട്ടിന് പ്രശ്നമില്ല. ആ രീതിയിലാണ് അവളുടെ വിഷയം. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നടക്കും. പക്ഷേ പെട്ടെന്ന് പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സപ്പോർട്ട് വേണം. പക്ഷെ പുറത്തുനിന്ന് അത് നടക്കില്ല. അങ്ങനെ വീൽ ചെയർ തന്നെ വേണം. പിന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ കാല് മടക്കാൻ പറ്റാത്ത കാല് ഇങ്ങനെ കുറച്ച് ഉയർന്നിട്ടാണ് ഉണ്ടാവുക. ആ ഒരു രീതിയിലാണ്. അതൊക്കെ മനസ്സിലാക്കുന്ന, അവളെ സ്നേഹിക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളെ നമ്മളെല്ലാവരും വിചാരിച്ചാൽ കണ്ടെത്താൻ പറ്റും. നമ്മളിതിൽ വീൽ ചെയറിലുള്ള ആളുകളെയും ഒക്കെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ വിവാഹവും നമുക്ക് നടത്താൻ പറ്റും. കൈക്കൊന്നും വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അവൾ 4ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം ഒരുപാട് ദൂരമൊക്കെ പോയിട്ട് അങ്ങനെ. ഇപ്പോൾ 37 വയസ്സായല്ലോ. അപ്പോൾ പഠിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 10-25 വയസ്സിൻ്റെ 20 കൊല്ലം മുമ്പൊക്കെ ഉള്ളൊരവസ്ഥ കുറച്ചുകൂടി വേറെ രീതിയിലായിരുന്നല്ലോ. അതുകൊണ്ടാണ് പഠിച്ചതൊക്കെ. പക്ഷേ ഒക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. ഏറ്റവും നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് നിങ്ങൾ മുമ്പോട്ട് വരണം. പിന്നെ വീഡിയോ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീധനങ്ങൾ കിട്ടുന്നുള്ളതിൻ്റെ പേരിലോ ആരും കോൺടാക്ട് ചെയ്യരുത് കേട്ടോ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമോളം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളവർ മാത്രം. അതും നമ്മൾ പറഞ്ഞ വയസ്സിൻ്റെ ഉള്ളിൽ 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന. അവളുടെ ആദ്യ വിവാഹമാണ്. അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന തന്നെ. ഭാര്യ മരിച്ചോ ഡിവോഴ്സ് ആയതും പ്രശ്നമില്ല, കുട്ടികളില്ലാത്ത അങ്ങനെയുള്ള ആലോചനയാണ് വേണ്ടത്. ജില്ല നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. എങ്കിലും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന അത്രയും സന്തോഷം തൊട്ടടുത്തുള്ള ജില്ലയിൽ നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കൂടുതലായിട്ടൊന്നുമില്ല. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേപോലുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.